നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റഫറിക്ക് നിയമം അറിയില്ല, അത് ഗോളല്ല. ബെർണാഡോ സിൽവയാണ് ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്നത്. പോർച്ചുഗൽ വേഴ്സസ് ജർമ്മനി യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ 2-1 പോർച്ചുഗൽ വിജയിച്ച് കയറിയത്. പക്ഷേ കളിയുടെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഫ്ലോറിൻ വേർഡ്സിലൂടെ ജർമ്മനി ലീഡെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ ഗോളല്ല. അതിനു മുമ്പ് ജർമ്മൻ പ്ലെയർ റൂബൻ ഡയസിനെ തടഞ്ഞിരുന്നു, ഫൗൾ ചെയ്തിരുന്നു. റഫറി അത് നോക്കുന്നില്ല. വാർ ചെക്ക് ചെയ്തതിന് ശേഷവും അത് ഗോളാണെന്ന് എങ്ങനെ പറയും? തീർച്ചയായിട്ടും റഫറിക്ക് നിയമം അറിയില്ല എന്നാണിപ്പോൾ ബെർണാഡോ സിൽവ പറയുന്നത്. ബെർണാഡോ സിൽവയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. റഫറിക്ക് നിയമം അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ പ്ലെയർ ഓഫ് സൈഡ് ആയിരുന്നു. മാത്രമല്ല റൂബൻ ഡയസിനെ ഇൻ്റർവെൻ ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി. തീർച്ചയായിട്ടും റഫറിക്ക് നിയമം അറിയില്ല എന്ന് പറയുമ്പോൾ അത് നാണം കെട്ട ഒരു കാര്യമാണ്, നാണക്കേടാണ്. കാരണം ഇത് യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ സ്റ്റേജല്ലേ. ജർമ്മൻ പ്ലെയർ ഓഫ് സൈഡ് ആയിരുന്നു. ഗോൾ ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം സ്പോർട് ടിവിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇതിപ്പോൾ ബെർണാഡോ സിൽവയുടെ മാത്രം ആക്ഷേപമല്ല. പെഡ്രോ നെറ്റോ ഇത് തന്നെ പറയുന്നു ജർമ്മനിയുടെ ഗോളിനെ കുറിച്ച്. ഞങ്ങൾ കൺസീഡ് ചെയ്ത ആ ഗോളുണ്ടല്ലോ, അത് ക്വസ്റ്റനബിൾ ഗോളാണ്. ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. റഫറി അത് ഗോളാണ് എന്ന് വാർ ചെക്കിയതിന് ശേഷം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. പക്ഷേ എന്നിട്ടെന്താ, ഞങ്ങളതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നാണ് പെഡ്രോ നെറ്റോയുടെ വാദം. ഏതായാലും ആ ഗോളിൻ്റെ വിവാദം തുടരുകയാണ്. എന്നാൽ പോർച്ചുഗൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് കളിയുടെ റിസൾട്ടിനെ അത് ബാധിച്ചിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.